അപ്പോൾ അങ്ങനെ കുറേ നാളത്തെ വട്ടുകളിപ്പീരിന് ശേഷം ജിം റാഡ്ക്ലിഫിന് ആ ഒരു 25% ഷെയർ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ 25% ഷെയർ മേടിക്കാനുള്ള പെർമിഷൻ പ്രീമിയർ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഫൈനലി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം പ്രീമിയർ ലീഗ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എഫ് എയുടെ ആ ഒരു പെർമിഷനും കൂടെ മതി. ഇപ്പം ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്ന ആ ഒരു പ്രീമിയർ ലീഗിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള ആ ഒരു അപ്രൂവലായിരുന്നു, അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ വരും. അങ്ങനെ വേണ്ട കാശ് 1.3 ബില്യൺ ഒക്കെ കൊടുത്തിട്ട് ആ ഒരു 25% ഷെയർ ജിം റാഡ്ക്ലിഫ് മേടിക്കും. അപ്പോൾ ആ ഒരു 25% ഷെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്ലേസേഴ്സിൻ്റെ കയ്യിലുള്ള 69% ക്ലാസ് ബി ഷെയർസാണ്. ആ ഒരു 69% ഷെയറിൻ്റെ 25% ഇനീഷ്യലി ഈ ഒരു ജിം റാഡ്ക്ലിഫ് മേടിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഒരു ക്ലാസ് എ ഷെയർസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്ലാസ് എ ഷെയറിൻ്റെ അതിൻ്റെ ഒരു 25% ഈ ഒരു ജിം റാഡ്ക്ലിഫ് മേടിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ജിം റാഡ്ക്ലിഫും യുണൈറ്റഡും തമ്മിലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു ഷെയറൊക്കെ മേടിച്ചുകൊണ്ട് അപ്പോൾ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു സിഇഒയുടെ അപ്പോയിൻമെൻറ്റ് ജിം റാഡ്ക്ലിഫിൻ ടീം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനിയിപ്പം ഡയറക്ടർ ഓഫ് ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു വലിയ അപ്പോയിൻമെൻറ്റ് അതും കൂടെ നടത്തണം. ഈ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ മുതൽ നിങ്ങൾ മീഡിയാസ് എല്ലാം ശ്രദ്ധിച്ചു, ഒരൊറ്റ പേരാണ് മീഡിയയിലെല്ലാം കേൾക്കുന്നത്, ഡാൻ ആഷ്വർത്തിൻ്റെ പേരാണ്. എല്ലാവരും പല നല്ല ജേർണലിസ്റ്റുകളും ഡാൻ ആഷ്വർത്തിനെയാണ് അടുത്ത ആ ഒരു യുണൈറ്റഡിൻ്റെ അടുത്ത ആ ഒരു ഡയറക്ടർ ഓഫ് ഫുട്ബോളായിട്ട് പലരും പറയുന്നത്. അത് അലക്സ് ക്രൂക്ക് എന്ന് പറയുന്ന ജേർണലിസ്റ്റ്, ഡേവിഡ് ഓൺസ്റ്റിൻ, ഇവരെല്ലാം ഈ ഒരു ഡാൻ ആഷ്വർത്തിൻ്റെ പേര് തന്നെയാണ് പറയുന്നത്. അതിൽ നമ്മൾ ഡേവിഡ് ഓൺസ്റ്റിൻ്റെ കാര്യം, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡേവിഡ് ഓൺസ്റ്റിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ പുള്ളി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഒരു ഇനിയോസിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഡാൻ ആഷ്വർത്ത്. പക്ഷേ ഒരു ഫോർമൽ ഓഫറുമായിട്ടൊന്നും ഇതുവരെയായിട്ടും ന്യൂകാസിലിനെ ഈ ഒരു ഇനിയോസോ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡോ സമീപിച്ചിട്ടില്ല. അപ്പം ഈ ഒരു 25% ആ ഒരു ഷെയറിൻ്റെ അപ്രൂവലൊക്കെ പ്രീമിയർ ലീഗിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയതുകൊണ്ട് തന്നെ ഇനിയിപ്പം മുന്നോട്ട് അതായിരിക്കും അവരുടെ അപ്രോച്ച്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ഡാൻ ആഷ്വർത്തിൻ്റെ സൈഡിൽ നിന്നുള്ള കാര്യം നോക്കിയാൽ പുള്ളിയാണെങ്കിലും യുണൈറ്റഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പുള്ളിയും പെട്ടിയും കിടക്കൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണെന്നാണ് ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ന്യൂകാസിലിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ന്യൂകാസിലാണെങ്കിലും ഭയങ്കര കൺസേൺഡ് ആണ്. കാരണം ഇങ്ങനത്തെ ഒരു ലിങ്ക്സ് വന്നപ്പോൾ മുതൽ ഈ ഒരു ഡാൻ ആഷ്വർത്തിൻ്റെ തല അങ്ങോട്ട് തിരിഞ്ഞു, ഹെഡ് ടേൺഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ. അപ്പോൾ ആ ഒരു അവസ്ഥയാണ്. അപ്പം ന്യൂകാസിലും പ്രോബബ്ലി അനുവദിക്കും, പുള്ളി അവർക്ക് വേണ്ട ഒരു കോമ്പൻസേഷൻ മേടിച്ചുകൊണ്ട് ഡാൻ ആഷ്വർത്തിനെ യുണൈറ്റഡിലേക്ക് വിടും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ അതിനും ഒരു ക്ലാരിറ്റി, ആ ഒരു ഡയറക്ടർ ഓഫ് ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഡയറക്ടർ ഓഫ് ഫുട്ബോളൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ആ ഒരു ട്രാൻസ്ഫർ ആക്ടിവിറ്റിയൊക്കെ സജീവമാവും. ഇപ്പം തന്നെ പല പ്ലെയേഴ്സിനെ റൈറ്റ് വിങ്ങറായിട്ട് പെഡ്രോ നെറ്റോ, ഒലീസയൊക്കെ കൂടുതലായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഡിഫൻഡേഴ്സ് ആണെങ്കിലും അന്റോണിയോ സിൽവ, ടൊഡീബോ, യോറോ, അപ്പോൾ അങ്ങനത്തെ ഒത്തിരി പ്ലെയേഴ്സുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കിപ്പം റീസെൻ്റായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം റയൽ മാഡ്രിഡും നമ്മുടെ എംബാപ്പയും തമ്മിൽ ആ ഒരു എന്നാ പറയുന്നത് ഒളിച്ചുകളി തുടങ്ങിയിട്ട് കുറച്ച് നാളെ അവർ തൊട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു പരിപാടി 2017 മുതൽ തുടങ്ങിയതാണ്. ഇതുവരെയായിട്ടും അതിനൊരു കൺക്ലൂഷൻ വന്നിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം 2022 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജെന്യുവൻലി റയൽ മാഡ്രിഡിന് എംബാപ്പയെ വേണമായിരുന്നു. ആ സമയത്ത് അവർ നല്ല ഓഫർ റയൽ മാഡ്രിഡ് എംബാപ്പയുടെ മുന്നിൽ വെച്ചതാണ്. ഓൾമോസ്റ്റ് 130 മില്യൺ യൂറോസ് ആയിരുന്നു പുള്ളിക്ക് സൈനിങ് ഓൺ ഫീ ആയിട്ട് റയൽ ഓഫർ ചെയ്തത്. അതുമാത്രമല്ല 26 മില്യൺ യൂറോസിൻ്റെ ആ ഒരു ആനുവൽ പാക്കേജ്, സാലറിയുടെ പാക്കേജൊക്കെ ഓഫർ ചെയ്തത്. പക്ഷേ ഇപ്പം റീസെൻ്റായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സീസണിൻ്റെ എൻഡോടെ എംബാപ്പയുടെ കോൺട്രാക്റ്റ് PSG അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എംബാപ്പയ്ക്ക് ആരുമായിട്ടും ഇനി ഫ്യൂച്ചർ ഏത് ക്ലബിനോട് വേണമെങ്കിലും, ഫ്യൂച്ചറിൽ പുള്ളിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഏത് ക്ലബിനോട് വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് പുള്ളിയുടെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പം റയൽ മാഡ്രിഡ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് റയൽ മാഡ്രിഡ് എംബാപ്പയ്ക്ക് വേണ്ടി ഒരു ഓഫർ മുന്നിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എംബാപ്പയ്ക്ക് മുന്നിൽ റയൽ വെച്ചിരിക്കുന്ന ഓഫർ ശരിക്കും 2022 റയൽ വെച്ച ഓഫറിനേക്കാളും ചെറിയ ഓഫറാണ് എന്നുള്ള രീതിയിൽ വാർത്ത വരുന്നുണ്ട്. മരിയോ കോർട്ടിഗാന, ആ ഒരു അത്ലറ്റിക്കിൻ്റെ റയൽ മാഡ്രിഡ് ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചെറിയ ഓഫറാണ് റയൽ മാഡ്രിഡ് എംബാപ്പയെ പോണക്കത്തെ ഒരു പ്ലെയറിനെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ എംബാപ്പയോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് ഉദ്ദേശിക്കുന്നത് എംബാപ്പയുടെ ഏജൻറ്റ് എന്ന് പറയുന്നത് എംബാപ്പയുടെ അമ്മയാണ് എംബാപ്പയുടെ ഏജൻറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം പുള്ളിക്കാരി ഇതിനകത്ത് ഇടങ്കോലിടുന്നു. പുള്ളിക്കാരി അത്ര കൺവിൻസ്ഡ് അല്ല ഈ ഒരു ഓഫർ സ്വീകരിക്കേണ്ട എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി കുറച്ച് മസിൽ പിടിക്കുന്നുണ്ട്.
അപ്പം അതുകൊണ്ട് തന്നെ ഡീല് മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പല ന്യൂസുകളും വരുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ആസ് എ യുണൈറ്റഡ് ഫാൻ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് ഗ്രാബ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നമുക്കെല്ലാവർക്കും അറിയാം PSG എന്ന് പറയുന്ന ടീം ഈ ഒരു മാർക്കസ് റാഷ്ഫോർഡിനെ സൈൻ ചെയ്യാൻ കുറേ നാളായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർ ഭയങ്കര എങ്ങനെയും സൈൻ ചെയ്യണമെന്നുണ്ട് കുറേ നാളായിട്ട് പുറകെയാണ്. അത് മാത്രമല്ല റാഷ്ഫോർഡ് ഈ ഒരു സീസണിലൊക്കെ റാഷ്ഫോർഡിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് കൺസിസ്റ്റൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ റാഷ്ഫോർഡിനെ PSG കൊടുത്ത് ഒഴിവാക്കിയാൽ സ്ട്രൈറ്റ് അവേ എംബാപ്പയെ നമുക്ക് യുണൈറ്റഡിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ തന്നെ കളിപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം റയലിൽ ഈ ഒരു എംബാപ്പെ പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് ലെഫ്റ്റ് വിങ്ങിൽ ഓപ്ഷൻ ഇല്ല. അവിടെ വിനീഷ്യസ് ആയിരിക്കും കളിക്കാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല പുള്ളി ഇങ്ങനെ സെൻട്രലിൽ കളിച്ചാൽ തന്നെ പുള്ളി ചുറ്റിക്കറങ്ങി ആ ഒരു ലെഫ്റ്റ് വിങ് സൈഡിലേക്കൊക്കെ വരും. അത് ശരിക്കും പറഞ്ഞാൽ വിനീഷ്യസിൻ്റെ ഗെയിമിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സെൻട്രലി നമ്മൾ ഇൻസിസ്റ്റ് ചെയ്ത് കളിപ്പിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം ബെല്ലിംഗാമിൻ്റെ ഗെയിമിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു സെനാരിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡിന് എന്താണോ വേണ്ടത് അത് ശരിക്കും എംബാപ്പയാണ് യുണൈറ്റഡിൻ്റെ ഈ ഒരു മൊമെൻറ്റിൽ ആവശ്യം. എംബാപ്പെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് അവേ ലെഫ്റ്റ് വിങ്ങിൽ വരാം. അത് മാത്രമല്ല യുണൈറ്റഡിൻ്റെ ആ ഒരു പഴയ ആ ഒരു സക്സസ്സിലേക്കൊക്കെ എംബാപ്പയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ റയലിൽ പോയിട്ട് എത്ര സക്സസ് നേടിയെന്ന് പറഞ്ഞാൽ എംബാപ്പയ്ക്ക് അത്ര ഒരു അഡുലേഷൻ കിട്ടത്തില്ല. യുണൈറ്റഡിനെ ആ ഒരു പഴയ സക്സസ്സിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ യുണൈറ്റഡ് ഫാൻസ് ശരിക്കും പറഞ്ഞാൽ പ്രാന്തമായിട്ട് സ്നേഹിക്കും ഈ ഒരു എന്താ പറയുന്നത് എംബാപ്പെ. അത് മാത്രമല്ല അറ്റ് ദി എൻഡ് ഓഫ് ദ കരിയർ യുണൈറ്റഡിലെ എൻഡ് ഓഫ് ദ കരിയർ വേണമെങ്കിൽ ഒരു സ്റ്റാച്ചു പുറത്ത് കിട്ടുകയും ചെയ്യും. പക്ഷേ ഇത്രയും പ്രിവിലേജ് ഒന്നും ഒരിക്കലും കിട്ടത്തില്ല. പക്ഷേ ട്രോഫീസ് ചിലപ്പം കൂടുതൽ ജയിച്ചെന്നിരിക്കും ഈ ഒരു റയലിൽ പോയി കഴിഞ്ഞാൽ. പക്ഷേ ഭയങ്കരമായിട്ടുള്ള പ്രിവിലേജ് കിട്ടും. അത് മാത്രമല്ല എനിക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ റൊണാൾഡോയുടെ കരിയർ വേറൊരു ലെവലിൽ ചെന്നത് ശരിക്കും പറഞ്ഞാൽ മെസ്സിയുമായിട്ടുള്ള ആ ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. നമ്മൾ ആ ഒരു ലാലിഗയിൽ റൊണാൾഡോ പോകുന്നു, അവിടെ മെസ്സിയും റൊണാൾഡോ, അതായത് ബാർസലോണ റയൽ ആ ഒരു കോമ്പറ്റീഷൻ എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് വേറെ ലെവലിലേക്ക് എത്താൻ വേണ്ടി അത് സഹായിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ എംബാപ്പെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് സിറ്റിയിൽ ഹാലൻഡ് വേഴ്സസ് എംബാപ്പെ അതൊരു ഭയങ്കര സംഭവമായി മാറും. അത് പ്രീമിയർ ലീഗിന് ഭയങ്കര ഒരു ബൂസ്റ്റ് തന്നെയായിരിക്കും. കാരണം നമ്മൾ നോക്കിയോ പ്രീമിയർ ലീഗിൽ പുള്ളി ഇപ്പം വരുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ലാലിഗ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാലിഗ ഇനി ഒരു കണ്ടന്റ് ലീഗായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റയൽ ഫൈനാൻഷ്യലി ഭയങ്കര സ്ട്രോങ് ആണ്. കഴിഞ്ഞ സീസണിൽ അവരുടെ റവന്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 834 മില്യൺ യൂറോസാണ്. അതിൻ്റെ നേരെ പുറയിലത്തെ സീസണോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 118 മില്യൺ യൂറോസിൻ്റെ ഇൻക്രിമെൻ്റാണ് ഇവരുടെ റവന്യൂവിൽ ഇവർക്ക് ഉണ്ടായിട്ടുള്ളത്. ബാർസയാണെങ്കിൽ അവിടെ കിടന്ന് 5 പൈസയ്ക്ക് കിടന്ന് കളിക്കുകയാണ്. അപ്പം റയൽ ഓരോ സീസൺ കഴിയുമ്പോഴത്തേനും അവരുടെ ആ ഒരു റവന്യൂ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കൂടുന്നുണ്ട്. ഫൈനാൻഷ്യലി ഭയങ്കര സ്റ്റേബിളായി മാറുന്നുണ്ട് ഈ ഒരു റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ക്ലബ്ബ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആ ഒരു ഡോമിനേഷൻ വരും വർഷങ്ങളിൽ എന്താണ് റയൽ തന്നെയായിരിക്കും ഈ ലാലിഗ ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും ലാലിഗ ഒരു കണ്ടന്റ് ലീഗാക്കി റയൽ മാറ്റും. അപ്പം പ്രീമിയർ ലീഗിൽ വന്ന കോമ്പറ്റീഷനൊക്കെ ഭയങ്കര കോമ്പറ്റീഷൻ. അത് മാത്രമല്ല പ്രീമിയർ ലീഗിൽ ഇങ്ങനെ എക്സ്ട്രീം ടഫ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റീച്ച് കിട്ടും. പ്രീമിയർ ലീഗ് നല്ല രീതിയിൽ പല വിദേശ രാജ്യങ്ങളിലും റീച്ച് കിട്ടും. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ സ്റ്റാർഡത്തിനും എല്ലാത്തിനും എനിക്ക് തോന്നുന്നു യുണൈറ്റഡ് പോണക്കത്തെ ഒരു ക്ലബ്ബ് പ്രീമിയർ ലീഗ് ഒക്കെ പുള്ളിയെ ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ ഹോലൻഡ് പോണക്കത്തെ കളിക്കാരെയൊക്കെ അവിടെ റയൽ മാഡ്രിഡ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. കാരണം ഹോലൻഡ് ഇപ്പം 4-5 കളി കളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ റയൽ മാഡ്രിഡ് പുള്ളിയെ കൊണ്ടുപോകും എന്നുള്ള സംഭവമൊന്നുമില്ല. ഇതാരാണ് ഇതൊക്കെ കുത്തിപ്പൊക്കി വിടുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അങ്ങനത്തെ പേടിയാണ്. അത് മാത്രമല്ല ഹോലൻഡ് ഒരു പരിധി വരെ പുള്ളി ഭയങ്കര എക്സ്ട്രീം ആ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനാണ്. പുള്ളി ആ ഒരു ചൈൽഡ്ഹുഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലബ്ബ് ഭയങ്കര ഒരു ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഹോലൻഡ് ഇവിടെ വിട്ടു പോകത്തുള്ളൂ. പക്ഷേ മേ ബി ഗർണാച്ചോയ്ക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഗർണാച്ചോ വേണേൽ പോയെന്നിരിക്കും. ഗർണാച്ചോ സ്പെയിൻകാരനാണ്, റയൽ മാഡ്രിഡ് ഫാനാണ് പുള്ളി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗർണാച്ചോയുടെ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടെ കൺവിൻസ്ഡ് ആണ്. പക്ഷേ ഹോലൻഡ് നമുക്കിവിടെ പ്രോപ്പറായിട്ട് ഈ ഒരു ക്ലബ്ബ് റൺ ചെയ്ത് അതിനെ ഒരു സക്സസ്ഫുൾ ആകും, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു പ്രതീക്ഷ എപ്പോഴും നമുക്ക് കൊടുക്കാൻ വേണ്ടി പ്ലേയേഴ്സിന് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഇതൊരു മുന്നോട്ട് സക്സസ് ആകും എന്നുള്ള പ്രതീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ എന്താണേലും ഹോലൻഡ് പോണക്കത്തെ കളിക്കാരൻ പോകത്തില്ല.
അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ ഒരു എംബാപ്പയുടെയും ഹോയ്ലൻഡിൻ്റെയും ഒക്കെ കാര്യത്തിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ കാണാം. ഗ്ലോറി മാൻ യുണൈറ്റഡ്.